നമസ്കാരം ഗൈസ്, ഗുഡ് മോർണിംഗ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ച് വ്ളോഗിങ്ങിലേക്ക് വരുന്നത്. കുറേ ആൾക്കാർ എന്നോട് കമൻറ്റിലും പിന്നെ പേഴ്സണൽ മെസ്സേജും ചെയ്തിട്ട് ചോദിച്ചിരുന്നു, എന്ത് നിഹാർ ഭായ് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗിങ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ മമ്മിയുടെ ഒപ്പം കുറച്ച് നാൾ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ആൾ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു. മറ്റന്നാൾ ഇനി പോണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങാം. കാരണം ഞാൻ മമ്മിയുടെ ഒപ്പം 2-3 ദിവസം നിന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ നീഡ് ടു ഗിവ് മോർ ടൈം. ആൻഡ് ഇതെൻ്റെ പേഴ്സണൽ ടൈമാണ്. സോ വിച്ച് ഐ ഹാവ് നോട്ട് ഹാഡ് എന്ന് വെച്ചാൽ എനിക്ക് ഈ സമയം എൻ്റെ മമ്മിയുടെ ഒപ്പം കിട്ടിയിട്ടില്ല ചെറുപ്പം പോലെ. അപ്പോൾ ഈ ഉള്ള സമയം ഞാൻ മമ്മിയുടെ ഒപ്പം നിൽക്കുന്ന സമയം മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗിങ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ എന്താ പറയുക നല്ല വ്ളോഗിങ് ചെയ്തൂടെ? ഇല്ല, അതല്ല കാരണം. എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മമ്മിയുടെ ഒപ്പം എനിക്ക് ഒരിക്കലും ചെറുപ്പം പോലെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഈവൻ ദോ ദുബായിലായിരുന്നു, പിന്നെ ഞാൻ ഹോസ്റ്റലിലും പിന്നെ എൻ്റെ കസിൻസിൻ്റെ ഒപ്പവും അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു എൻ്റേത് ജീവിച്ചത്. അപ്പോൾ അത് കാരണം മമ്മിയുടെ ഒപ്പം കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ആൻഡ് യെസ്, വി വെയർ എൻജോയിങ് ഇറ്റ്. ഒരു സൺ ആൻഡ് മദറിൻ്റെയും മദർ ആൻഡ് സണ്ണിൻ്റെ ആ റിലേഷൻഷിപ്പ് വി വെയർ എൻജോയിങ് ഇറ്റ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഏജ് കഴിയുമ്പോൾ ആ മെച്യൂരിറ്റി ലെവലും വരും നമ്മളുടെ സോ അതനുസരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പ് എൻ്റെ മമ്മിയുടെ ഒപ്പം എന്ന് പറഞ്ഞാൽ വളരെയധികം കംഫർട്ടബിളാണ്, എല്ലാതും കൂടിയാണ്. ആൻഡ് ദിസ് വാസ് നോട്ട് ഹാപ്പനിങ് വെൻ ഐ വാസ് ഇൻ ദുബായ്. മനസ്സിലായി? നമ്മൾ എത്ര ദൂരം നിൽക്കണോ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടുപ്പുണ്ടല്ലോ അത് ഒരിക്കലും നമുക്ക് കിട്ടില്ല. സോ ഐ എം ജസ്റ്റ് telling you my experiences which I feel. So if you are staying away from your parents, I think you should stop that. Either you have to take them with you or else നിങ്ങൾ അവരുടെ അടുത്ത് വന്ന് താമസിക്കുക. അപ്പോൾ ഫസ്റ്റ് ദിവസം മമ്മി വന്ന വ്ളോഗ് ഞാൻ എടുത്തു. ആൾ തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, ഇഡ്ഡലി മാവ് എങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അതുമാത്രമല്ല ഈ 25 ദിവസം, ഇപ്പോൾ 27 ദിവസമായി ഓൾമോസ്റ്റ് മമ്മിയുടെ ഒപ്പം. അപ്പോൾ ഈ 27 ദിവസം പല കാര്യങ്ങളും മമ്മിയുടെ നിന്ന് കുക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചു. അപ്പോൾ ഇറ്റ് വാസ് ആൻ എഡ്യൂക്കേഷണൽ സ്റ്റേ ഓൾസോ മമ്മിയുടെ നിന്ന്. നമ്മൾ പറയില്ല ഒരാ ലെഗസി, അവരുടെ പാചക രീതിയുടെ ലെഗസി ഇനി കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞില്ല. എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത്, പക്ഷേ ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ ആം ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ഹർ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഷൂട്ട് ചെയ്യണ ഇപ്പോൾ എൻ്റെ ക്വാളിറ്റി, ഞാൻ പറഞ്ഞില്ല മൊബൈൽ ആപ്പ് ഞാൻ മേടിച്ചിരുന്നു. അപ്പോൾ ആ മൊബൈൽ ആപ്പിൻ്റെ പറ്റിയിട്ട് ഞാൻ പഠിച്ചു, എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ ഈ ക്വാളിറ്റി കൊണ്ടുവരണം, സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ക്വാളിറ്റി. അപ്പോൾ അത് പഠിച്ചു. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഡെയിലി ഹൗസ് ഷോർസ് ഉണ്ട്. മോനെ നോക്കണം, അവൻ്റെ തുണികൾ കഴുകണം, എൻ്റെ തുണികൾ കഴുകണം, പിന്നെ ടേക്ക് കെയർ ഓഫ് ദി ഹൗസ്, ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ പലതും. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. പക്ഷേ now it's okay. So I'm coming back to my vlogging again. അപ്പോൾ ഈ വ്ളോഗിൽ കൂടെ അങ്ങോട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഈ 25-26 ദിവസം എനിക്ക് അധികം അങ്ങനെ റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു അപ്ഡേറ്റ് തരാം. ഈ 10-25 ദിവസത്തിൽ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇല്ലയെന്നില്ല. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയത് നിങ്ങൾക്കറിയാം, അവിടെ സെറ്റിൽ ആവണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നന്നായെന്ന് പറയാം. കാരണം ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ആക്ച്വലി ട്രാൻസ്ഫർ ഇപ്പോൾ മുംബൈക്കായി. ഇപ്പോൾ അവൾ മുംബൈയിലുണ്ട്. അപ്പോൾ ഇന്നലെയാണ് അവൾ മുംബൈക്ക് പോയത്. അപ്പോൾ അത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂരിൽ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വേറെ പ്രശ്നമാണ്. ഈ കമ്പനികളുടെ പ്രശ്നം ഇതുണ്ട്. അവന്മാർ ആദ്യം ഇത് പറയും അത് പറയും, നിങ്ങൾ മാറിക്കോ ഫാമിലിയുടെ ഒപ്പം, പിന്നെ ആയിട്ട് അവർ ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് വിട്ടു. അപ്പോൾ നമ്മൾ ഫൈനലി വിചാരിച്ചു ഡൽഹിയിൽ തന്നെ ഇപ്പോൾ തൽക്കാലം നിൽക്കുക. പിന്നെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അത് സ്ലോലി നമുക്ക് ചെയ്യാവുന്നതാണ്, അത് പ്രശ്നമില്ല. കാരണം മോൻ്റെ പഠിപ്പാണ് ഇപ്പോൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവൻ്റെ പഠിപ്പ് കഴിയണവരെ 12th അറ്റ്ലീസ്റ്റ് കഴിയണവരെ ഈ സ്കൂളിൽ തന്നെ വയ്ക്കാമെന്നാണ് നമ്മൾ ഫൈനലി വിചാരിച്ചത്. അപ്പോൾ ഇതാണിപ്പോൾ ലൈഫ് അപ്ഡേറ്റ്. പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ പോകണോ അത് അതിൽ തന്നെ പോകണം. കഴിഞ്ഞ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ്ലി ഞാനിപ്പോൾ വാക്കിങ്ങിന് വരാറുണ്ട് രാവിലെ. സഞ്ജീവ് എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ഒപ്പം മക്കളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വാക്കിങ്ങിന് വരും രണ്ടുപേരും. ഈ ഒരു മാസത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഐ ഹാവ് ലോസ്റ്റ് 6 kgs. എൻ്റെ 72 ഓൾമോസ്റ്റ് 73 ആയിരുന്നു എൻ്റെത്. ഇപ്പോൾ ഞാൻ 66.8 കണ്ടാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ആക്ച്വലി അത്രയും വിഗ്രസ് നമ്മൾ വാക്കിങ്ങും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് വെയ്റ്റ് ആൻഡ് ഐ ഫീൽ മോർ ഹെൽത്തി നൗ. അപ്പോൾ ദാറ്റ് ഈസ് അനദർ അപ്ഡേറ്റ്. വെൻ യു ലൂസ് വെയ്റ്റ് യു ആക്ച്വലി ഗെയിൻ യു ഹെൽത്ത് ആസ് വെൽ. പിന്നെ ഡൽഹിയുടെ ക്ലൈമറ്റിനെ പറ്റി പറഞ്ഞാൽ മമ്മി വന്നേ പിന്നെ ഒടുക്കത്തെ മഴയാണ്. ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയ മാതിരി, അവർ നാട്ടിൽ പോയ മാതിരി അവിടെയും നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ മമ്മി വന്നേ പിന്നെ ഇവിടെയും ഭയങ്കര മഴ. ഇത് കണ്ടില്ലേ? ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, ഇപ്പോഴും ഭയങ്കര ഗ്ലൂമി ക്ലൈമറ്റാണ്. ഇത്
ഇനി ഓൾമോസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊരു രസമാട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഈ ക്ലൈമറ്റിക് ചേഞ്ച് നമ്മൾ തണുപ്പിലേക്ക് വളരെ ഗ്രാജുവലി ആയിട്ടാണ് ഇവർ ചേഞ്ച് ആവുക. ഇങ്ങനത്തെ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല പച്ചപ്പും ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല രസമാണ് ഡൽഹിയുടെ ക്ലൈമറ്റ്. ഇനി തണുപ്പ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തണുപ്പാണ്. തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഉഷ്ണമില്ലല്ലോ. ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് ഡൽഹിയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി കാര്യങ്ങൾ വീട്ടിൽ നിന്നിട്ട് ഞങ്ങളുടെ ഇന്നത്തെ നടത്തം കഴിഞ്ഞു. സജീവ് ഇപ്പോൾ പോയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ അങ്ങോട്ട് വ്ളോഗിങ്ങിൻ്റെ ഇത് ചെയ്യാം. കാരണം ഇനി തിരിച്ച് ആ പ്രാക്ടീസിൽ വരണ്ടേ. കുറേ നാൾ കഴിഞ്ഞിട്ട് വ്ളോഗിങ് ചെയ്യാത്തതുകൊണ്ട് ഒരു ലിഥാർജിക് ഫീലിംഗ്. പക്ഷേ നമ്മൾ തിരിച്ച് വന്നിരിക്കും. അപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ സ്ലോലി കൊണ്ടുവരണം. സോ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. നിങ്ങൾ വളരെയധികം നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്നോട് ഇപ്പോഴും കമൻറ്റിലും പിന്നെ ഫോണിൽ കൂടെയും വാട്സാപ്പ് മെസ്സേജിൽ കൂടെയും ചോദിക്കണ്ടായിരുന്നു എവിടെയാണ് നിങ്ങൾ തിരിച്ച് വരണില്ല, എന്ത് പറ്റി, എല്ലാതും ഓക്കെ അല്ലെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാതും ഓക്കെയാണ്. പക്ഷേ നമ്മൾക്ക് കാണാൻ തിരിച്ച് ഇപ്പോൾ വീട്ടിൽ നിന്നിട്ട് മമ്മീനായിട്ട് ഒന്ന് സംസാരിക്കാം. വൈറ്റി തുറന്നോ മോളിൽ ഇന്നലത്തെ തുറന്നുണ്ടല്ലോ. ഇന്നലത്തെയാണ് ഗായ്സ്. ഇന്ന് 29-ാം തീയതി. അങ്ങനെ മമ്മി ഒരു മാസമായി നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ മമ്മി ലാസ്റ്റിൽ ഇന്ന് പോകാൻ പോകണം. ഒരു മാസം ഞാൻ വ്ളോഗ് ചെയ്തില്ല. മമ്മിക്കും അത് വിഷമമായി. പക്ഷേ എനിക്ക് എൻ്റെ സമയം മമ്മിയുടെ ഒപ്പം കൊടുക്കണമായിരുന്നു. അത് നമ്മൾ ശരിക്കും കുറച്ച് മതി, ചായ കുറച്ച് മതി. അല്ല നമ്മൾ ഒരു മാസം ശരിക്കും എൻജോയ് ചെയ്തില്ലേ? എൻജോയ് ചെയ്തു. പിന്നെന്താ 30 വർഷത്തെ 30 years നമ്മളൊപ്പം ജീവിക്കാത്ത ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഗൾഫ് ലൈഫ് ഇങ്ങനെയായിരുന്നു നമ്മളുടെ എല്ലാവരും. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗൾഫിലാണ് ഉമ്മാനും ഉപ്പാനൊക്കെ വിട്ടിട്ട് നിൽക്കണവരെന്ന് വെച്ചാൽ ഇതാണ് ലൈഫിൻ്റെ സുഖം. ഇങ്ങനെയാണ്. അതിപ്പോൾ എൻ്റെ മമ്മിക്കും മനസ്സിലായി അല്ലേ മമ്മി? പറ. ഞാൻ വർക്കിംഗ് ലേഡിയും പിന്നെ അത് അന്നത്തെ ആ കാലത്തെ പ്രാരാബ്ദങ്ങളും സോഷ്യൽ വർക്കർ, 2 വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, 2 വീടിൻ്റെ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ്. ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതിൽ മക്കളെ കൂടുതൽ കെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഭയങ്കര. അപ്പോൾ ബേസിക്കലി മമ്മി പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് എൻ്റെ പപ്പ മമ്മി ബേസിക്കലി അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ജീവിച്ചു. പക്ഷെ ആ സെയിം സമയത്ത് തന്നെ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ മക്കളെ വേറെ വെക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ ബേസിക്കലി ഞാനാണ് ഏറ്റവും കൂടുതൽ അതിൽ അനുഭവിച്ചത്. വലുതായതുകൊണ്ടായിരിക്കും അല്ലേ, മൂത്തായിരിക്കും, പിന്നെ ആണായതുകൊണ്ടായിരിക്കും. അതെൻ്റെ ഉണ്ട് കുറേയൊക്കെ കുറുമ്പ് ഇല്ലാന്നില്ല, കുറുമ്പുണ്ടാവില്ല. പിന്നെ അത് ശരിയാ. എനിവേസ് പക്ഷേ ഈ ജീവിതം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഗൾഫിൽ ഞാൻ തിരിച്ചു വന്നു. പൈസയൊന്നും നമുക്ക് ഇതില്ല. ഞാൻ പറഞ്ഞില്ല, പൈസ അല്ല മെയിൻ. മമ്മിക്ക് ഇപ്പം എന്ത് തോന്നുന്നു? ഇതല്ലേ ലൈഫ്? ഡു യു ഫീൽ കംഫർട്ടബിൾ ദാറ്റ് യു ഹാവ് യുവർ കിഡ്സ് അറൗണ്ട് യു നോ? ഇല്ലേ? വെരി വെരി കംഫർട്ടബിൾ. ഇതാണ് മെയിൻ ചീസ്. കാരണം നിങ്ങളിപ്പോൾ ദുബായിലായാലും ശരി, ലണ്ടനിലായാലും ശരി, അമേരിക്കയിലായാലും ശരി, എന്തായാലും ശരി, എൻ്റെ പപ്പ മരിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? മോളും ഉണ്ടായിരുന്നില്ല, ഞാനും ഉണ്ടായിരുന്നില്ല. അന്ന് ആ സമയത്ത് ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ നമ്മളുടെ പാരൻസിൻ്റെ ഒപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മൂമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഡിഫറെൻറ്റ് ലെവൽ മൂമെൻറ്റാണ്. ആ ലാസ്റ്റ് ഒരു കണി അത് ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അത് നിർത്തിയില്ല. എന്നാലും നമ്മളെ അടുത്തുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് മമ്മി. കുറേ യോഗമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനത്തെ സമയം വരുമ്പോഴാണ് നമ്മൾ നമ്മളുടെ എന്തായാലും ശരി, ഇവൻ ഇഫ് യു ആർ ഇൻ ദുബായ്, നിങ്ങളുടെ പപ്പനോ മമ്മിനെയോ അച്ഛനോ അമ്മേനോ ഉമ്മാനോ ഉപ്പാനോ കൊണ്ടോ നിങ്ങളുടെ ഒപ്പം, ഒറ്റയ്ക്ക് വിടരുത്. എനിക്ക് അത്രയും പറയാനുള്ളൂ അല്ലേ? നമുക്ക് ജീവിക്കണം, നമുക്കും നമ്മളുടെ മക്കൾക്കും വേണ്ടിയിട്ട് ജീവിക്കണം. അപ്പോൾ അവരെ കൂടുതൽ പേരൻസിനെ ചേർത്ത് പിടിക്കാം. അറ്റ്ലീസ്റ്റ് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും വിളിച്ച് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുക. എനിക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ഫോൺ വരുമ്പോൾ നിങ്ങൾ നമ്മളെപ്പറ്റി അന്വേഷിക്കുമ്പോൾ പക്ഷെ എന്താ പറ്റുന്ന പറഞ്ഞാല്, പക്ഷെ മാമി എന്താ പറ്റുന്ന പറഞ്ഞാല് നമ്മൾ എത്ര ദൂരം പോകണോ, എത്ര ദൂരം നിൽക്കണോ, നമ്മളുടെ ആ ഡിസ്റ്റൻസ് പോകുന്നു. നമ്മൾ എത്ര അടുത്ത് നിൽക്കണോ ഡിസ്റ്റൻസ് കുറയണം നമ്മളുടെ.
സ്നേഹം കൂടുള്ളൂ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ. പക്ഷെ എല്ലാവർക്കും ആ ചാൻസ് കിട്ടിയെന്ന് വരില്ലല്ലോ. ചിലപ്പോൾ നാട്ടിലെ സാഹചര്യം പിന്നെ എല്ലാം കൂടിയായിട്ട് പേരൻസിനെ കൊണ്ടുപോകാൻ പറ്റൂല, അതല്ലെങ്കിൽ അവർക്ക് വന്ന് ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ അവിടെ നിന്ന് വിട്ടു വന്നു എങ്ങനെ ജീവിക്കും? അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. ശരിയായിരിക്കും, മമ്മിയുടെ ഇത് ശരിയായിരിക്കും. പക്ഷെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതൊക്കെ ഡിസിഷനും ചോയ്സും നമ്മുടെ കയ്യിലുണ്ട്. അതിനുള്ള കരുത്തും കഴിവും നമ്മൾ ഉണ്ടാക്കണം. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. എനിവേസ് ഗൈസ്, മമ്മി സോഷ്യൽ സർവീസും ഇത് സോഷ്യൽ വർക്കറും കുറേ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ ഡൽഹിയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അവിടെയൊക്കെ കുറേ നമ്മൾ പോയി. മമ്മി 2 പ്രാവശ്യം അവിടെ പോയി. മയൂർവിഹാറിലായിരുന്നു ഇത്. അതിനെ പറ്റി കുറച്ച് കാര്യം മമ്മിക്ക് പറയാനുണ്ട്. ഇവിടെ ഡൽഹിയിൽ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. കേരള സമാജം DMA കേരള സമാജത്തിൻ്റെ ലേഡീസ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കിയതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെയാണ് കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ DNIP. ഇന്ന് മയൂർവിഹാറിൽ വലിയൊരു സംഭവമാണ് അത്. MA യൂസുഫ് അലി വരെ 1 കോടി കൊടുത്തിട്ട് ഒരു ബിൽഡിംഗ് ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൺഡേയും ഇവരുടെ ഒരു പരിപാടി ഉണ്ട്. എന്താണത്? ക്ലിനിക്ക് ക്യാൻസർ പേഷ്യൻറ്റിനും ജുഗ്ഗി ചോപ്പടിയിലുള്ള. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മെഡിസിൻസ് വരെ ഫ്രീ അത് എക്സ്പയർ ആവാൻ വേണ്ടി കിടക്കണമെന്ന് എക്സ്പയർ ആയതല്ല, എക്സ്പയർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ മരുന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നോർമൽ പെയിൻ കില്ലർ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അത് ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ അത് പാവങ്ങൾക്ക് കൊടുത്തിരിക്കണമായിരിക്കും. കാരണം അവിടെ കുറേ ഡോക്ടേഴ്സ് വന്നിട്ട് അല്ലേ ഫ്രീ സർവീസ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ ആയിക്കോട്ടെ, അങ്ങനെ പല പേഷ്യൻസും, എല്ലാ പേഷ്യൻസും എന്ന് വെച്ചാൽ അത് മതപരമായിട്ടൊന്നുമല്ല, എല്ലാ മതത്തിൻ്റെ ആൾക്കാരും അവിടെ പോകാം. ഒരു മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ വെച്ചിട്ടില്ല, ഹംസ എന്ന് പറഞ്ഞ ഇട്ടുതരാം. അപ്പോൾ എന്തെങ്കിലും ഡൊണേഷനും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൊണേഷൻ ചെയ്യാം. ഞങ്ങളൊക്കെ മന്ത്ലി എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കൊടുക്കാം, നമുക്ക് വരാതിരിക്കാനും അതൊരു വലിയൊരു ഹെൽപ്പാണ്. പിന്നെ ഓർഫൻ കുട്ടികളെ ഞാൻ അവിടെ കണ്ടു. അവർക്ക് സൺഡേ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ അവിടെ കുട്ടികൾ ടീച്ചേഴ്സും എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് വന്നിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഹോം കെയർ ഉണ്ട്, അങ്ങനെ പലതും. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഇത് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അന്ന് അവിടെ കണ്ടത്. ഇപ്പോൾ ഡൽഹിയിൽ തന്നെ നമുക്ക് ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവർ വന്ന് ഹോം കെയർ തരും. അവിടെ എന്ത് അഡ്വൈസ് ഉണ്ടെങ്കിലും ഹംസയോട് ചോദിച്ചാൽ മതി, ഹംസ അതിനുള്ള അഡ്വൈസ് തന്നായിരിക്കും. നമ്പർ നമ്മൾ അടിയിലിടാം, ഇതിൽ നമ്പർ ഹംസയുടെ നമ്പർ തരാം. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ മലയാളികൾക്ക് ഒരുവിധം കുറേ ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. അവരതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് അതിശയം തോന്നി. നിറയെ ആൾക്കാർ, അവരുടെ ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിലീഫാണ് അത്. ചേരിയിലുള്ള ആൾക്കാരും പിന്നെ കുറേ പാവങ്ങൾ, ഏതാൾക്കാർ വന്നോ, ജാതി മത ഭേദം ഒന്നുമില്ല, പാവങ്ങളാണ് അധികവും വന്നിരുന്നത്. അപ്പോൾ ചില ആൾക്കാർ മരുന്ന് ഡൊണേറ്റ് ചെയ്യണവരുണ്ട്, പൈസ ആയിട്ട് ഡൊണേറ്റ് ചെയ്യണവരുണ്ട്. നമുക്ക് സർവീസ് വളണ്ടിയർ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് നിങ്ങൾക്ക് വളണ്ടിയർഷിപ്പ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടോ, ഫ്രീ ആയിട്ട് സർവീസ് വെറുതെ ഇരുന്ന് ബോറടിക്കുകയാണ്. ഞായറാഴ്ചകളിൽ നിങ്ങൾ മയൂർവിഹാറിൽ അമ്പലം, നമ്മളുടെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ചർച്ച് ഉണ്ട്. അതിൻ്റെ തൊട്ട് തന്നെ കേരള മുസ്ലിം വെൽഫെയർ പള്ളിയല്ല, അസോസിയേഷനാണ്. അപ്പോൾ ഇത് 3ഉം കൂടി ചേർന്ന സ്ഥലമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മയൂർവിഹാർ ഗുരുവായൂരപ്പൻ ടെമ്പിള് സന്ദർശിക്കുകയാണ്, അല്ലെങ്കിൽ ചർച്ചിൽ വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇവിടെയും കൂടി ഞായറാഴ്ച ഒന്ന് കയറി നോക്കാം അവിടുത്തെ സർവീസ് എങ്ങനെയുണ്ട്, ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്. വേറെ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇത് കിട്ടിയിട്ടല്ല, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കും. പിന്നെ ഇവരുടെയൊക്കെ നല്ല മനസ്സ്, ആരും ഒന്നും വാങ്ങാണ്ട് ഡോക്ടേഴ്സ്, അക്കൗണ്ടൻസ്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ ഒന്ന് ഫ്രീ സർവീസാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, എല്ലാ കാര്യങ്ങളും. അത് ഈവൻ വീടുകളിൽ പോയിട്ട് വരെ അവർ നല്ല സർവീസാണ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ടുള്ളൊരിത്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ മമ്മിക്ക് വളരെ ഇതായിരുന്നു. മമ്മി സാധാരണ ക്യാമറ മുമ്പിൽ വരാത്തതാണ്. പിന്നെ അതുമല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മാസം എൻ്റെ ഉമ്മയോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഫുള്ളായി നമ്മൾ വെക്കേഷനൊക്കെ ഹോളിഡേയ്സൊക്കെ പോലും, അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ഞാൻ ഒരു മാസം ഹോളിഡേ എടുത്തു. പൈസ അല്ല വലുത്, ഈ സമയമാണ് നമുക്ക് മെയിൻ. സോ ദാറ്റ്സ് വൈ എൻ്റെ ഒരു മാസം ഞാൻ ത്യാഗം ചെയ്തു. ബിക്കോസ് എനിക്ക് യൂട്യൂബ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല,
പക്ഷെ മമ്മി അധികം ക്യാമറയിൽ വരാറുമില്ല, അതുകൊണ്ടാണ് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. 24/7 അല്ലോ അമ്മ, ഞാൻ ആർക്കൊപ്പരുത് 24/7 ഞാനും മമ്മി വീടിൻ്റെ ഉള്ളിൽ. ആൾക്കധികം പോകാനൊന്നും പറ്റില്ല. ഒന്നാമത്തെ മഴ, പിന്നെ രണ്ടാമത്തെ നിലയിൽ താമസിക്കണേ. അപ്പോൾ കയറൽ ആൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ പോയി. ഇന്നലെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇവിടുന്ന് കുറേ ഡൽഹി മസാല ഒക്കെ പെങ്ങൾക്കും കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഫൈനലി ഇന്ന് 1:15 ഫ്ലൈറ്റ് തിരിച്ചു പോവുകയാണ്. ഇൻഷാ അല്ലാ ഇനി അടുത്ത വരവിൽ ഡൽഹിയിൽ ഇവന്റെ ബ്ലോഗിൽ വരാൻ പറ്റുമോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 100 വരെ ഒരു സെഞ്ചുറി അടിക്കണം. കാരണം എൻ്റെ ഗ്രാൻഡ് മദർ 92 മരിച്ചത്. അപ്പോൾ നല്ല ജീൻസ് നമ്മളുടെ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്ര മാത്രം. മമ്മിക്കും എനിക്കും നിങ്ങളുടെ അനുഗ്രഹം വേണം. ഓൾവേസ് മോനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതൊന്നും പറയാത്ത ആളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൽഹി കംപ്ലീറ്റ് അവനോട് പോയിട്ട് വ്ളോഗ് ചെയ്ത് നമ്മളുടെ കേരളത്തിലെ എല്ലാ മലയാളികളും ഡൽഹിയിൽ വരാനും ഇപ്പോൾ കാരണം വരവ് അത്ര 3 മണിക്കൂർ കൊണ്ട് എത്താം. പണ്ടൊക്കെ ഞങ്ങൾ 73-ലൊക്കെ 4 ദിവസം ട്രെയിനിലിരുന്ന് മദ്രാസ് വന്ന് മദ്രാസിൽ നിന്ന് പിന്നെ കയറി കറുത്ത ഭൂതങ്ങളായിട്ടാണ് വരാറ്. അപ്പോൾ നീണ്ട 51-52 വർഷങ്ങൾക്ക് ശേഷം മദ്രാസ് മുതൽ കേരളം വരെ തൃശ്ശൂർ വരെ സീറ്റ് കിട്ടാണ്ട് എന്നെ കയ്യിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇവര്. ഒന്ന് ആലോചിച്ചേക്ക് എത്ര മണിക്കൂർ അത് എമർജൻസി വന്ന് 10 മണിക്കൂറുണ്ട്. 10 മണിക്കൂർ നിന്നിട്ട് വന്നു പാലുടിക്കുന്ന പ്രായത്തിൽ. അപ്പൊ അന്നത്തെ ആ സമയം ഇന്നത്തെ സമയം വ്യത്യാസമുണ്ട്. അന്ന് ആ ട്രെയിനുള്ളൂ. ജയന്തി മദ്രാസ് വരെ എത്തിയിട്ട് മദ്രാസിൽ നിന്ന് പിന്നെ ട്രെയിൻ വേറെ കയറി പോകണം. പിന്നെയാണ് ജയന്തി വന്നത് ഡയറക്റ്റ്. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മമ്മിനെ നിന്ന് വിടാൻ പോകുന്നു എയർപോർട്ടിലേക്ക്. ഓക്കെ, മമ്മി സലാം പറഞ്ഞു നിങ്ങളോടാരും. സീ യു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബൈ. बड़ा हो गया और क्या जल्दी हेलो पूरा आपको रिकॉर्ड कर रहा हूँ. आप दोस्त लोग जब मिलते हैं तो ये लोग जब बात करना शुरू करते खत्म नहीं होता, हम बाहर ही हो जाते. അത്ര സ്ഥലമില്ല, ചെറിയ സ്ഥലം. താമസിക്കുന്ന വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. മറ്റേ ഫാം ഹൗസ് ഒക്കെ വിട്ടിട്ട് പോലും നമ്മുടെ സഹോദരൻ ചഡ്ഡി ബഡ്ഡി. ഇവനൊക്കെ തടി കുറക്കണം. ഇവനൊരു തടി എനിക്ക് കുറവാണ്. ഇവന് എന്നാലും നല്ല സ്മാർട്ടും എന്താ പറയുക ആക്റ്റീവും. ഇപ്പോഴും ആക്റ്റീവ് ആള്. പക്ഷേ ഈ വയറ് വന്നൊന്നുമില്ലടാ. ഇതെപ്പോഴും എന്താ അറിഞ്ഞൂടാ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആള് സ്മാർട്ടാ. ഇങ്ങനെ നോക്കരുത്.